നമസ്കാരം. അങ്ങനെ LDFിൻ്റെ 10 വർഷത്തെ ഭരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലൂടെ അവസാനിച്ചു. UDF അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഏറ്റുവാങ്ങി. VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു. അപ്പോഴോ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആള്, അതായത് പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നു. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാവാനും പോകുന്നു. വലിയ മാറ്റമൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടായിരിക്കാം. അതെ, അത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് വലിയ മാറ്റമൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്താണ്? 15 വർഷം CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, 10 വർഷം CPMന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വീണ്ടും അടുത്ത 5 വർഷം പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നു. കഴിഞ്ഞ 25 വർഷം CPMനെ നയിച്ച നേതാവ് പിണറായി വിജയൻ, 15 വർഷം CPMന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളെന്ന നിലയിൽ ശക്തനായിരുന്ന സെക്രട്ടറിയാണ്. അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. 5 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അതിനകത്തും എന്നെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണമുണ്ടായി. പക്ഷെ അത് പിണറായി വിജയന്റെ കഴിവുകൊണ്ടാണെന്ന് എനിക്കത്ര വിശ്വാസമില്ല. കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ഒരു സഹായം അത് കിട്ടിയതുകൊണ്ട് തന്നെയാണ് രണ്ടാമതും ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അത് പിണറായി വിജയന്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ ഭരിച്ചു. ആ ഭരണം CPMന്റെ നേതാക്കന്മാരുടെ ഇടയിൽ, അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ, അവരുടെ അനുഭാവികളുടെ ഇടയിൽ അത്ര നല്ലതായിരുന്നുവെന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഇടതുപക്ഷ ഭരണമായിരുന്നില്ല കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടന്നത്. ഒരു ഏകാധിപത്യ ഭരണം. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക്, സാധാരണ ജനങ്ങൾക്ക്, CPMന്റെ അല്ലെങ്കിൽ LDFന്റെ അനുഭാവികൾക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി കാണുവാനോ സെക്രട്ടറിയിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാണുവാനോ കഴിയുമായിരുന്നില്ല. തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അത്. കാരണം ക്ലിപ്പ് ഹൗസിലേക്കുള്ള മെയിൻ വഴികളും ഇടവഴികളും കുറുക്കു വഴികളും എല്ലാം പോലീസുകാർ അടച്ചിട്ടിരിക്കുമായിരുന്നു. കാരണം ഏതോ ഒരു ഹിറ്റ്ലറിനെ പോലുള്ള ഒരു ഏകാധിപതി അവിടെ ക്ലിപ്പ് ഹൗസിൽ താമസിക്കുന്നു എന്നുള്ള അനുഭവമാണ് തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ടെന്താണ്, തിരുവനന്തപുരം മൊത്തവും തൂത്തുവാരിക്കൊണ്ടുപോയി. അതൊക്കെ ആയിരുന്നു അനുഭവങ്ങളെങ്കിൽ പാർട്ടി തോറ്റു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോയി. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്ത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് തോറ്റത്? അപ്പോൾ ഗോവിന്ദൻ മാഷ് ആ വളിച്ച ചിരിയുമായി പറഞ്ഞു, ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളങ്ങ് താഴെ കടയിൽ നിന്ന് പരിശോധിച്ചു വരാൻ പോവുകയാണ്. താഴെ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മേലിലോട്ട് പരിശോധിച്ചു വരാൻ പോവുകയാണ്. നല്ലതാ സഖാവേ. ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള സഖാക്കളൊക്കെ സംസാരിക്കാനും അവർക്കുള്ള അഭിപ്രായം പറയാനും ഒക്കെ ഒരവസരം കിട്ടും. നല്ലതാ. എന്താണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? താഴെക്കടയിലുള്ള സഖാക്കൾ അവർക്ക് എന്തു സംസാരിക്കാം, എങ്ങനെ സംസാരിക്കാം, എത്ര നേരം വേണേലും സംസാരിക്കാം.
അവർ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ യോഗം അവസാനിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് ആര് പറഞ്ഞു? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി. പക്ഷേ ആ പത്രസമ്മേളനം അങ്ങ് അവസാനിപ്പിച്ചത് എഴുന്നേറ്റ് ഓടിയിട്ടാണ്. ഒരുപക്ഷെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഏറ്റവും മോശമായ ഒരു സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയും ഗോവിന്ദൻ മാഷാണ് എന്ന്. ഉൾപ്പാട്ട് ജനാധിപത്യമുണ്ടെന്നൊക്കെ CPM-നകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഒരു CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയൊക്കെ മുൻകാല പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കത് തോന്നിയിട്ടില്ല. SFI-യുടെ ഒരു ദേശീയ സമ്മേളനത്തിലും SFI-യുടെ 2 സംസ്ഥാന സമ്മേളനങ്ങളിലും നിരവധി ജില്ലാ സമ്മേളനങ്ങളിലും DYFI-യുടെ ജില്ലാ സമ്മേളനം ഉൾപ്പെടെയുള്ള നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ഒരു ഉൾപ്പാട്ട് ജനാധിപത്യവും CPIM-നും CPM-ന്റെ വർഗ ബഹുജന സംഘടനയിലും ഇല്ല എന്ന്. ഒരു ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കും, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പ്രതിനിധികളുടെ ചർച്ച വരും. ചർച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വരും. ഇതൊക്കെയാണ് ഒരു സമ്മേളനത്തിൽ നടക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റിയിലെ സഖാക്കൾ, അംഗങ്ങൾ ആ കമ്മിറ്റിയിലെയോ ഉപരി കമ്മിറ്റിയിലോ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെയോ ആ കമ്മിറ്റിയിൽ നടക്കുന്ന അപജയത്തിനെതിരെയോ സംസാരിക്കത്തില്ല. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ അവര് കുലംകുത്തികളാവും, പാർട്ടിക്കെതിരാവും, അവരെ പാർട്ടിക്ക് പുറത്താക്കും. ഇതല്ലയോ CPM-ന്റെ DYFI-യുടെ SFI-യുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്? തിരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഏരിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടാവും. ആ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഒരു പാനൽ അവതരിപ്പിക്കും. ആ പാനൽ അവതരിപ്പിക്കുന്നത് ആ ഏരിയ കമ്മിറ്റിയിലെ സ്വാധീനമുള്ള നേതാക്കന്മാരുടെ അഭിപ്രായത്തിനും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തിനും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ പാനൽ അവതരിപ്പിക്കുന്നത്. ഇന്നയാൾ സെക്രട്ടറി, ഇന്നയാൾ പ്രസിഡന്റ്, ഇന്നയാൾ വൈസ് പ്രസിഡന്റ്, ഇന്നയാൾ ജോയിന്റ് സെക്രട്ടറി, ഇന്നയാൾ ട്രഷറർ അവതരിപ്പിക്കും. അവതരിപ്പിച്ചിട്ട് പറയും, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ കൈയടിച്ചോ കൈ പൊക്കിയോ ഒക്കെ പാസ്സാക്കാൻ. കൈ അടിച്ചില്ലെങ്കിൽ, കൈ പൊക്കിയില്ലെങ്കിൽ അവൻ ആ സമ്മേളനത്തിൽ വിമതനാവും, പല നേതാക്കന്മാരുടെയും ശത്രുക്കളായി മാറും, അവൻ പാർട്ടിക്ക് പുറത്താവും. ഇതല്ലയോ നിങ്ങളുടെ ഉൾപാർട്ടി ജനാധിപത്യം? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാഷ് മത്സരിച്ച സീറ്റിൽ ഭാര്യയായിട്ടുള്ള ശ്യാമളയെ കൊണ്ടുവരുന്നു. അവിടെ മറ്റൊരു ഗോവിന്ദൻ മാഷ് പറയുന്നു, ഇത് ശരിയല്ല. അദ്ദേഹം വിമതനായി. അയാൾക്കെതിരെ പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടിയുടെ പ്രവർത്തകരും തിരിഞ്ഞു. ആളെ ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു. എന്തിന് പോളിംഗ് ബൂത്തിൽ പോലും കൂക്ക് വിളിക്കുന്നു. അവസാനം എന്തുണ്ടായി? ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു. വലിയ ഭൂരിപക്ഷത്തിൽ, ചരിത്രത്തിൽ ആദ്യമായി CPM-ന് അവിടെ തോൽവി സംഭവിക്കുന്നു. ഒരു സ്വതന്ത്രൻ വിജയിച്ചു വരുന്നു. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ അവർ കരഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് ഞാൻ കണ്ടു. കോടിയേരി ബാലകൃഷ്ണ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലെ സഖാവ് G. സുധാകരന്റെ കാര്യവും. അദ്ദേഹം തന്നെ പറയാതെ പറഞ്ഞു, സഖാവ് പിണറായി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെ അവിടെ സംഭവിക്കില്ലായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ചു. പക്ഷേ സുധാകർ സഖാവിനെ അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം ഒട്ടും സന്തോഷവാനല്ല എന്ന്. കാരണം ഒരു രക്തസാക്ഷി കുടുംബത്തിലെ സഖാവാണ് G. സുധാകരൻ. ഒരു അഴിമതിയും കേൾപ്പിക്കാത്ത
സത്യസന്ധനായ ഒരു സഖാവ്. അവിടെ പലരുടെയും കടുംപിടുത്തവും അവഹേളനവും കാരണം പാർട്ടി വിട്ട് പോകേണ്ടി വന്ന ഒരു സഖാവ്. കുഞ്ഞികൃഷ്ണ സഖാവിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അത് പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങളായിരുന്നെങ്കിൽ പോലും അതും ഇതിനൊക്കെ ഒരു ഉദാഹരണമാണ്. ആരൊക്കെയോ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നില്ലേ, ചെയ്തില്ലേ? അതിൻ്റെയൊക്കെ അവസ്ഥയല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരാണ് ഹൈജാക്ക് ചെയ്തതെന്നും ഒക്കെ എൻ്റെ ഈ വർത്തമാനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിണറായിയെ പോലുള്ള ഒരാള് ഇനിയും പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തിരിഞ്ഞ് വോട്ട് കുത്തിയതെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകരും അവരുടെ കുടുംബവും തിരിഞ്ഞു വോട്ട് കുത്തും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് കോടിയേരി ബാലകൃഷ്ണ സഖാവിൻ്റെ ഭാര്യ പറയാതെ പറഞ്ഞത്. രണ്ടാമതൊരു ഭരണം കിട്ടി. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ ഒരു നിയമം ഉണ്ടായിരുന്നു വയസ്സിന്റെ കാര്യത്തിൽ. അത് പിണറായി വിജയന് മാത്രം ഇളവ് കൊടുത്തു. ശരി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പിണറായി വിജയന് ആ ഇളവ് കിട്ടി. ഇനിയും ആ ഇളവ് കൊടുക്കണോ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോൾ ഏതാണ്ട് 5ഓളം പേര് പിണറായിക്കെതിരായി സംസാരിച്ചെന്നാണ് വാർത്തകൾ വരുന്നത്. സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കൊല്ലം ജില്ലാ കമ്മിറ്റി പറഞ്ഞു, പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞു, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞു. എന്നിട്ടും ഇതൊന്നും നിങ്ങൾ കേൾക്കാതെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ബംഗാളിയാവും. ഒരു സംശയവും വേണ്ട, ഒന്നാന്തരം ബംഗാളി. ഇപ്പോൾ ചർച്ചകൾ നടന്നു. വെളിയിൽ വന്ന കമ്മിറ്റികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചർച്ച നടന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലാണ്. വീണ ജോർജിന്റെ കാര്യത്തിൽ അവിടുത്തെ സഖാക്കൾ പറഞ്ഞു, സാധാരണ സഖാക്കൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഒരു മന്ത്രിയായി വീണ ജോർജ് മാറിയെന്ന്. അത് വീണ ജോർജ് മാത്രമല്ല, മുഖ്യമന്ത്രി മുതൽ പല ആളുകളും അങ്ങനെ മാറി. അവർക്ക് ഇഷ്ടമുള്ളവർ മാത്രം അവരുടെ ഓഫീസുകളിൽ, അവരുടെ മന്ത്രിമണ്ഡലങ്ങളിൽ വന്നാൽ മതി. സാധാരണ പാർട്ടി സഖാക്കളെ വെറുപ്പായി തുടങ്ങി. ആ വെറുപ്പ് കൃത്യമായി പാർട്ടി സഖാക്കൾക്ക് മനസ്സിലായതുകൊണ്ടാണ് സഖാക്കളെ പിണറായി വിജയനെ ഇപ്പോൾ വാടക വീട്ടിൽ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വാടക വീടെങ്കിലും ഉണ്ട്. പ്രതിപക്ഷ നേതാവാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ കൺട്രോൾമെന്റ് ഹൗസ് കിട്ടും. ഇത് അവസാനത്തെ കിട്ടലായിരിക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പരാജയം പഠിക്കാൻ താഴെ ഘടകങ്ങളിലേക്ക് പോയി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായെങ്കിൽ, അതിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലാതാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ പാർട്ടി ഒരിക്കലും ഇന്ത്യയിൽ, കേരളത്തിൽ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അനുഭാവി എന്ന നിലയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് KN ബാലഗോപാലുണ്ട്, സജി ചെറിയാനുണ്ട്, മരുമോനെന്ന് കുറച്ച് പേരുദോഷമൊക്കെ വന്നാലും റിയാസുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെ, ഒരു പുതിയ ആളിനെ ആക്കുവാൻ തയ്യാറാവണം. കഴിഞ്ഞ 30 വർഷമായിട്ട്, 15 വർഷം സെക്രട്ടറി ആയിട്ട്, 10 വർഷം മുഖ്യമന്ത്രിയായിട്ട്, 5 വർഷം ഇനി പ്രതിപക്ഷ നേതാവ് കൂടി ആവുമ്പോൾ 30 വർഷം ഈ പാർട്ടിയിലെ പലരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കി സ്വയം നേതാവായി, ഏകാധിപതിയായി നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു, അവർക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം. 1 ഡസൻ മുഖ്യമന്ത്രിമാരുടെ പേരുകളാണ് വരുന്നത് വെളിയിൽ. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാല്, K മുരളീധരൻ, ശശി തരൂര്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത തരത്തിലുള്ള നേതാക്കന്മാർ UDF-ലുണ്ട്. LDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ആളില്ല. കാരണം എന്താണ്? ഈ കഴിഞ്ഞ 25 വർഷം ഒറ്റ നേതാവിൽ നിന്നു CPM, ഒറ്റ നേതാവിൽ, രണ്ടാം നിരയിലുള്ള ഒരു നേതാക്കന്മാരെ ഒന്നാം നിരയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായില്ല. ആ രണ്ടാം ഭരണം കിട്ടിയപ്പോ
ഏറ്റവും ജനപ്രിയയായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ, കെ ശൈലജ. അവരെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ റിസൾട്ട് ഇങ്ങനെ ആവുമായിരുന്നില്ല. പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന കുറച്ച് കിളവന്മാർ എന്തൊക്കെയോ തീരുമാനിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ത്രിപുരയും ബംഗാളിയുമാകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. CPM കേരളത്തിൽ ഇല്ലാതെയാവും.